ഭയങ്കര പവർഫുള്ളാണ്, പിന്നെ ഭയങ്കര സേഫാണ്. അഞ്ചലിക്ക് മനസ്സിലായി ചോദിക്കണം എന്നെങ്കിൽ രണ്ടെണ്ണം അങ്ങനെ ചിന്തിക്കാം അല്ലെങ്കിൽ പ്രായത്തിന്റെ ഭാവിയിട്ട് ജീവിക്കുന്നത് വടക്കഞ്ചേരിയിലെ കലാകാരന്മാർ ഒരുമിക്കുകയാണ്. ഓരോരുത്തരും പല പല വേദികളിൽ മിമിക്രി അവതരിപ്പിച്ചവർ, തമാശ പറയുന്നവർ, പൊട്ടിച്ചിരിപ്പിക്കുന്നവർ. ഇവർ ഇവിടെ ഒരു വേദിയിൽ ഒരു വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ വടക്കഞ്ചേരി കുറേ മിമിക്രി കലാകാരന്മാരെ ഒന്നിച്ച് എന്തെങ്കിലും ഒരു കൈത്താങ്ങ് ചെയ്യണമെന്നൊരു അഭിപ്രായം ഞങ്ങളൊരാളെ ഹരികൃഷ്ണൻ പറയുകയും അത് ഞങ്ങളെല്ലാവരും കൂടി തീരുമാനത്തിൽ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മിമിക്രിയിലൊരു പെർഫോമൻസ് കൂടി കോൺട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ട് അത് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടുത്തെ നല്ല പെർഫോം ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പിരിവെടുത്തു. എല്ലാവരും നമ്മുടെ വടക്കഞ്ചേരിക്കാരെ കാണുമ്പോൾ തന്നെ ഭയങ്കര സഹകരണം. അവർ കയ്യിലുള്ള പൈസ എത്രയെന്ന് വെച്ചാൽ അത് നമ്മളുടെ ആ ഹുണ്ടികയിലിട്ടു. വളരെയധികം സന്തോഷമായിരുന്നു ഇന്നത്തെ ദിവസം. എല്ലാ കടകളിലും കയറി അതിൻ്റെ മൊത്തം ഞങ്ങൾക്ക് തുക കിട്ടിയിരിക്കുന്നത് 21,555 രൂപ മൊത്തം ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ട്. കൂട്ടത്തിൽ പലതുള്ളി പെരുവെള്ളം പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു തുക ഒരു ആശ്വാസമാണെന്ന് കരുതുന്നു. ചെറിയ വാഹനമാണ് വേദി, പക്ഷേ ആവശ്യം വലുതാണ്. കിട്ടുന്ന ഓരോ രൂപയും മുണ്ടക്കൈ ദുരിതബാധിതർക്ക് കൈത്താങ്ങാകും. മിമിക്രി താരങ്ങളായ ഹക്കീം ഷാ, ഹരികൃഷ്ണൻ, ഷാഹുൽ ഷാ, പ്രജീഷ്, രാജേഷ്, ഷംസുദ്ദീൻ, സുനിൽ എന്നിവരാണ് വയനാടിനായി മിമിക്രിയുമായി തെരുവിലിറങ്ങിയത്. വാഹനവുമായി ഇവരെത്തിയ ഓരോ ചെറിയ അങ്ങാടികളിലും വലിയ സ്വീകാര്യത ലഭിച്ചു. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗൂഗിൾ പറയും, ഗൂഗിൾ എല്ലാവരും അല്ലേ പറ്റാവുന്ന രീതിയിൽ അവരവരുടേതായ രീതിയിൽ സഹായങ്ങൾ എത്തിക്കുകയാണ്. അങ്ങനെയാണ് ഇവരും ഒത്തുചേരുന്നത്. എത്ര വലിയ സംഘമാണോ, എങ്ങനെ പിന്തുണ കിട്ടിയവർക്ക്? അതായത് ഓരോരുത്തരും ഇപ്പോൾ വയനാട്ടിലേക്ക് എങ്ങനെയൊക്കെ തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാം എന്നൊക്കെ ആലോചിച്ച് അതനുസരിച്ച് ചെയ്യുന്നവരാണ്. അപ്പോഴാണ് വടക്കഞ്ചേരിയിലെ ഒരു കൂട്ടായ്മ, കൂട്ടായ്മ എന്ന് പറയാനില്ല, സൗഹൃദം ഉള്ള സുഹൃത്തുക്കളാണ്, 7 സുഹൃത്തുക്കൾ. അവർക്ക് ആകെ അറിയാവുന്നത് മിമിക്രിയാണ്. എന്നാൽ തങ്ങൾക്ക് മിമിക്രിയിലൂടെ കുറച്ച് പൈസ കണ്ടെത്തി അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിക്കൂടെ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആശയം വരുന്നത്. സാധാരണ പല വേദികളിലും ഈ വലിയ മൈക്കിൻ്റെയും അതോടൊപ്പം തന്നെ ലൈറ്റുകളുടെയൊക്കെ അകമ്പടിയോടുകൂടി മിമിക്രി കാണിച്ച് ആൾക്കാരെയൊക്കെ ചിരിപ്പിച്ച് രസിപ്പിക്കുന്ന ആളുകളാണ് ഇവർ 7 പേരും. പക്ഷേ അവർ കഴിഞ്ഞ ദിവസം ഒരു ദിവസം മുഴുവൻ വടക്കഞ്ചേരിയിൽ ചിലവിടുകയായിരുന്നു. വെയിലും മഴയും ഒക്കെ കൊണ്ട് മിമിക്രി ചെയ്തത് വയനാട്ടിലെ പാവപ്പെട്ട അവരുടെ സഹോദരങ്ങളെ സഹായിക്കാൻ, തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് ആ ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്ത് മാത്രമാണ്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അവരങ്ങനെ ഒരു പരിപാടി, അത് പരിപാടി എന്ന് പറഞ്ഞാൽ പൊതുവായൊരു സ്ഥലത്ത്, ഒരു തുറന്ന സ്ഥലത്ത് ഒരു മൈക്ക് മാത്രം വെച്ചുകൊണ്ട് മിമിക്രി ചെയ്ത് അതിലൂടെ ലഭിക്കുന്ന ആളുകളുടെ അടുത്തു നിന്നൊക്കെ ലഭിക്കുന്ന സംഭാവനകൾ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. അവർ 21,000-ലധികം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയും ചെയ്തു. ഹക്കീം ഷാ, ഹരികൃഷ്ണൻ, ഷാഹുൽ ഷാ, പ്രജീഷ്, രാജേഷ്, ഷംസുദ്ദീൻ, സുനിൽ ഇവരാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇങ്ങനെ പണം കണ്ടെത്താൻ തങ്ങൾക്ക് വലിയ അവർക്കാവുന്നത് അവർ ചെയ്യുന്നു. അങ്ങനെ പല വിധത്തിലുള്ള കൂട്ടായ്മകളുണ്ട്. എന്തായാലും നന്നായി പോട്ടെ. അവരുടെ തിരിച്ചുവരവിന് വേണ്ടിയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നന്നായി നടക്കുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം.